ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും ചർച്ചയാക്കി മകൻ ചാണ്ടി ഉമ്മൻചാണ്ടിക്ക് കോവിഡ് വാക്സിൻ നൽകിയിട്ടില്ല എന്നും ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് കുത്തിവയ്പ് എടുക്കാതിരുന്നതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. മറ്റെല്ലാ ചികിത്സകളും നൽകിയിരുന്നു. ചികിത്സ നൽകിയില്ലെന്ന തരത്തിൽ വാർത്ത നൽകിയ ഓൺലൈൻ മാധ്യമം മാപ്പ് പറയണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. വാക്സിൻ്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലായിരുന്നു വിശദീകരണം. PR പ്രവീണ, ഈ പാർശ്വഫലം സംബന്ധിച്ചുള്ള വാർത്തകളെല്ലാം തെറ്റിദ്ധാരണാജനകമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ചാണ്ടി ഉമ്മൻ്റെ ഇക്കാര്യത്തിലുള്ള വെളിപ്പെടുത്തലുള്ളത്. ഉമ്മൻചാണ്ടിക്ക് വാക്സിൻ നൽകിയിട്ടില്ല എന്നുള്ളത് ഇതൊരു പുതിയ പണ്ടോരാ പോക്സ് ആണോ? മുൻപും ഇതുപോലെ അദ്ദേഹത്തിന് കോവിഡ് വന്ന സമയത്ത് ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് സർക്കാർ ഇടപെടൽ കൂടി നടത്തിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് അടക്കമുള്ള വാർത്തകൾ അന്ന് വന്നിരുന്നു. പിന്നീട് ആ വിവാദം താനെ കെട്ടടങ്ങി. പിന്നീട് അദ്ദേഹത്തിന്റെ മരണം, അതിനുശേഷം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നെ ആരോപണം ഉന്നയിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം കോവിഡ് വാക്സിൻ, അതും കോവിഷീൽഡ് വാക്സിൻ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള കമ്പനിയുടെ തന്നെ വെളിപ്പെടുത്തൽ. നമുക്കറിയാവുന്നതുപോലെ മോഡേൺ മെഡിസിൻ മരുന്നുകൾക്കെല്ലാം പാർശ്വഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതും അത് ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഇതിനിടയിലാണ് കോവിഷീൽഡ് വാക്സിൻ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള അറിവുണ്ടായിരുന്നത് കൊണ്ട് തന്റെ പിതാവായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കോവിഡ് വാക്സിൻ ഒന്നും തന്നെ എടുത്തിട്ടില്ല, അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ചികിത്സാ വിവാദവുമായി ബന്ധപ്പെട്ട് മോഡേൺ മെഡിസിനിൽ തനിക്കുള്ള ചില അതൃപ്തികൾ മുൻപും ഇതുപോലെ ചാണ്ടി ഉമ്മൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് പാർട്ടിക്കുള്ളിൽ, അതായത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇപ്പോഴത്തെ ഒരു ലൈവ്, ഈ ഫേസ്ബുക്ക് ലൈവ് വലിയ ചർച്ചയായിട്ടുണ്ട്. ശാസ്ത്രത്തോട് വിയോജിച്ച് നിന്ന ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ള നിലയ്ക്ക് പാർട്ടിക്കുള്ളിലും ഈ വിഷയം ചർച്ചയായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ചാണ്ടി ഉമ്മൻ ഇത്തരത്തിലൊരു വിശദീകരണം നൽകാൻ എന്താണ് കാരണം? ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മൻചാണ്ടിയുടെ മരണത്തിനോട് അടുത്തിരിക്കുന്ന സമയത്തൊക്കെ തന്നെയും വേണ്ടത്ര ചികിത്സ നൽകുന്നില്ല, പ്രത്യേകിച്ച് അലോപ്പതി ചികിത്സ നൽകുന്നില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു. അക്കാര്യത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത, അല്ലെങ്കിൽ ഈ ആരോപണം റിപ്പോർട്ട് ചെയ്ത മാധ്യമത്തിനെതിരെ കേസ് കൊടുക്കുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുണ്ട്. ഈ കോവിഡ് വാക്സിനുമായി അത് കണക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? അതായത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട പാർശ്വഫലങ്ങളെ സംബന്ധിച്ച് കമ്പനിയുടെ ഔദ്യോഗിക റിസർച്ച് ഗവേഷണ ഫലം പുറത്തു വരുന്നത്. അതിനുശേഷം ഒരുപാട് സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത് വലിയ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും മറ്റും വന്നിരുന്നു. ഇതേ തുടർന്ന് ഈ വിവാദം വീണ്ടും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഒരു മറുനാടൻ മലയാളി എന്ന മാധ്യമം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ഇതേ തുടർന്ന് വീണ്ടും ചികിത്സാ വിവാദത്തിൽ തന്റെ പിതാവിനെയും തന്നെയും വലിച്ചിഴക്കുകയാണെന്നും എന്തുകൊണ്ടാണ് ഈ വാക്സിൻ നൽകാത്തത് എന്നുള്ള വിശദീകരണവുമായാണ് ചാണ്ടി ഉമ്മൻ എത്തിയിരിക്കുന്നത്. വാർത്ത നൽകിയ ചാനൽ ലൈവിൽ തന്നെ വന്ന്, വാർത്തയിൽ തന്നെ വന്ന് മാപ്പ് പറയണമെന്നുള്ള ആവശ്യവും ചാണ്ടി ഉമ്മൻ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോഴും ചാണ്ടി ഉമ്മൻ പിടിച്ചു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താൻ തന്റെ പിതാവിന് വാക്സിൻ നൽകിയിട്ടില്ല, അതായത് ശാസ്ത്രത്തെ അപ്പോഴും ചാണ്ടി ഉമ്മൻ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. എന്തായാലും ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. നോക്കൂ, ഏത് വാക്സിനും അതിൻ്റെ പാർശ്വഫലങ്ങളുണ്ട്. ആ പാർശ്വഫലങ്ങളോടുകൂടിയാണ് പൊതു ആരോഗ്യത്തിന് വേണ്ടി നമ്മളെല്ലാം സ്വീകരിക്കുന്നത്. ഇപ്പോൾ കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ അപൂർവം സന്ദർഭങ്ങളിൽ രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആസ്ട്രാസെനക്ക കമ്പനി പറയുന്നത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഈ കോവിഡ് വാക്സിൻ ആദ്യം നൽകിയിട്ടുള്ളത് മറ്റ് രോഗബാധയുള്ളവർക്കും പ്രായം കൂടിയവർക്കുമാണ്. ഉമ്മൻചാണ്ടി 2 കാറ്റഗറിയിലും വരുന്നതാണ്. മറ്റു രോഗബാധയുള്ള ആളുമായിരുന്നു, അതുപോലെ തന്നെ പ്രായം കൂടിയ ആളുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആസ്ട്രാസെനക്കയുടെ വെളിപ്പെടുത്തൽ ഉപയോഗിച്ച് ചാണ്ടി ഉമ്മന് ഇങ്ങനെയൊരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയും. ഇക്കാര്യത്തിൽ ഡോക്ടർമാരുടെ അഭിപ്രായം എന്താണ്? ഇക്കാര്യത്തിൽ വിദഗ്ധരെല്ലാം തന്നെ ചാണ്ടി ഉമ്മന് എതിരായി തന്നെയാണ് പറയുന്നത്. മുൻപും അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കോവിഡ് ബാധിതനായി അദ്ദേഹത്തെ ആശുപത്രിയിൽ മാറ്റുന്നതിലടക്കമുള്ള കാര്യങ്ങളിലും ചാണ്ടി ഉമ്മൻ ചില നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. അന്നും ഇതുപോലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഇപ്പോഴും പറയുന്നത് ഏത് മരുന്നായാലും, മോഡേൺ മെഡിസിൻ ആയാലും